മാറ്റം കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചുവെന്നും മന്ത്രി. ആശങ്ക അറിയിച്ച് ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകർ. നിക്ഷേപ തുക ആവശ്യപ്പെട്ട് ബാങ്കിന് മുന്നിൽ കൂട്ടത്തോടെ നിക്ഷേപകരെത്തി. നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടില്ലെന്ന് ബാങ്ക് ചെയർമാൻ MP ജാക്സൺ. മലക്കപ്പാറ വീരാൻകുടി ആദിവാസി ഉന്നതിയിൽ പുലിയുടെ ആക്രമണത്തിൽ 4 വയസ്സുകാരന് പരിക്ക്. പരിക്കേറ്റ കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം കൊണ്ട്. സംസ്ഥാനത്ത് സ്കൂളുകളിലെ അടുക്കളയിൽ ഇനി പുതുമയുടെ രുചി. പുതിയ ഭക്ഷണ മെനു പ്രാബല്യത്തിൽ. വർദ്ധിപ്പിച്ച ഫീസ് ആവശ്യപ്പെട്ട് ശക്തൻ ബസ് സ്റ്റാൻഡിൽ കോർപ്പറേഷൻ അധികൃതർ ഇന്നും സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ നടത്താനിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചു. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രതിഷേധം തണുപ്പിക്കാൻ BJPയുടെ ശ്രമം. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ CBCI അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴ്ത്തുമായി കൂടിക്കാഴ്ച നടത്തി. അടച്ചിട്ട മുറിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മാർ ടോണി നീലങ്കാവിലും പങ്കെടുത്തു. കൂടിക്കാഴ്ച 3/4 മണിക്കൂറോളം നീണ്ടുനിന്നു. വിഷയത്തിൽ പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നിവരുടെ ഇടപെടലുകളെക്കുറിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ ആർച്ച് ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു. തങ്ങളുടെ വേദനയും അമർഷവും അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മതസ്വാതന്ത്ര്യത്തിന് എതിരാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. എത്രയും വേഗം കന്യാസ്ത്രീമാരെ മോചിപ്പിക്കണമെന്നും ക്രൈസ്തവർക്ക് നീതി ഉറപ്പാക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു. 2 സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് കുഷ്ഠരോഗികൾ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ മാത്രം ശുശ്രൂഷിക്കാൻ വേണ്ടി നടന്ന 40 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് വേദനയും ദുഃഖമുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ ഇവരെ ബന്ധപ്പെട്ട അധികാരികൾ ഇത് ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ളതാണ്, മതസ്വാതന്ത്ര്യത്തിനെതിരാണ്. ഒപ്പം തന്നെ ക്രൈസ്തവർ ഇന്ത്യയിൽ പലതരത്തിൽ, അത് ഓരോ സ്റ്റേറ്റുകളിലും ഓരോ തരത്തിലാണ് വിവേചനങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെതിരെയുള്ള എത്രയും വേഗം, ഞങ്ങളുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, എത്രയും വേഗം ഈ സിസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുകയും സ്വാതന്ത്ര്യം. അപ്പോൾ അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാവരും, രാജീവ് ചന്ദ്രശേഖറാണ് അത് റെസ്പോണ്ട് ചെയ്തത് ആദ്യം. ഇത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ എത്രയും വേഗം റിലീസ്ഡാകണം. നീതിയും ഒപ്പം തന്നെ സുരക്ഷിതത്വവും ന്യൂനപക്ഷങ്ങൾക്ക് ഈ സിസ്റ്റേഴ്സിന് ഈ വേഷത്തിൽ നടക്കുന്നത്, ഇതെല്ലാം ഞങ്ങൾ അവരെ ബന്ധപ്പെട്ടവരെല്ലാവരും അറിയിച്ചു. കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർക്കില്ലെന്നും പ്രധാനമന്ത്രിയും അമിത്ഷായും ഉറപ്പു തന്നിട്ടുണ്ട്. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത്. ഛത്തീസ്ഗഡിൽ നടന്നത് തെറ്റിദ്ധാരണകളെ പുറത്തുണ്ടായ സംഭവമാണ്. കോടതി വഴി ജാമ്യം ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. എനിക്കും ഞങ്ങളുടെ സർക്കാർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും ഞങ്ങളുടെ പാർട്ടിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഇവർക്ക് ജാമ്യം നൽകുക. അവർ ഈ കോർട്ട് പ്രോസസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ഇറങ്ങി മടങ്ങി വീട്ടിൽ. അപ്പോൾ ഇതിന് എല്ലാവരും ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ പ്രിസമിൽ കൂടെ നോക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. ന്യൂസ് ഡെസ്ക് TCV. വികസിത കേരളത്തിനും വികസിത തൃശൂരിനും വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് BJPയിലേക്ക് ചേരുന്നവർക്ക് പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ പാർട്ടി അംഗത്വം നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കണം. BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ വികസനം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മനസ്സമാധാനത്തിനു വേണ്ടിയാണ് താൻ BJPയിൽ ചേർന്നതെന്നും അടുത്ത കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചെടുക്കുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഇനിയും കുറെ പേർ കൂടി ഉടൻ തന്നെ BJPയിലേക്ക് വരുമെന്നും പത്മജ കൂട്ടിച്ചേർത്തു. ക്രിസ്ത്യൻ വിശ്വാസികളെ BJPയിൽ നിന്ന് അകറ്റാൻ പറ്റുമോ എന്നാണ് മറ്റു പാർട്ടികൾ ചിന്തിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ എന്തു പറഞ്ഞാലും ട്രോളാൻ ആളുകളുണ്ട്. ഏറ്റവും അധികം ട്രോളുകൾ കിട്ടിയവരാണ് ട്രോഫികൾ നേടിയിരിക്കുന്നത്. രാഷ്ട്രീയ ചാണക്യൻ കരുണാകരന്റെ മകളെ ഞങ്ങൾക്ക് നെഞ്ചിലേറ്റാൻ സാധിച്ചെങ്കിൽ തൃശൂരിലെ ജനങ്ങളെയും ഞങ്ങൾക്ക് നെഞ്ചിലേറ്റാൻ സാധിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു.
മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ അധ്യക്ഷത വഹിച്ചു. ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ബിജെപി നേതാക്കളായ AN രാധാകൃഷ്ണൻ, A നാഗേഷ്, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, മറ്റ് ബിജെപി നേതാക്കൾ, കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ കെ കരുണാകരന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള മുതിർന്ന നേതാവ് വേലായുധൻ നായർ ഉൾപ്പെടെ വിവിധ പാർട്ടികളിൽ നിന്നുള്ള നിരവധി പേർ ബിജെപി സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഡോക്ടർ ഹാരിസിനെ വെട്ടിലാക്കി പുതിയ ആരോപണം. യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായതായാണ് പരാതി. ഇക്കാര്യം കണ്ടെത്തിയത് ഉപസമിതിയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം MP-യുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണങ്ങളാണ് കാണാതായത്. ഉപകരണങ്ങൾ കാണാതായതിനെക്കുറിച്ച് വകുപ്പ് തല അന്വേഷണം നടത്തും. വകുപ്പ് തല അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ പോലീസ് അന്വേഷണം നടത്തും. ഡോക്ടർ ഹാരിസിന്റെ ചുമതലയിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഉപകരണങ്ങൾ കാണാതായതെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. നേരത്തെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഉപസമിതിയുടെ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അങ്ങനെ തിരുവനന്തപുരത്ത് MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പൊ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പക്ഷെ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. അപ്പോ ഈ വിദഗ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിന് സജസ്റ്റ് ചെയ്തു. അപ്പൊ അതിലൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ, കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല എന്നുള്ളതാണല്ലോ, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമിതിയുടെ അന്വേഷണത്തിലാണ്, സമിതി എല്ലാം അവിടെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് അതിന്റെ എന്താണ് അതിൽ റിപ്പോർട്ട് നോക്കിയിട്ട് അതിന്റെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. മാധ്യമങ്ങളെ വിമർശിച്ചും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന കാലഘട്ടമാണിതെന്ന് മന്ത്രി പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികളുടെ പ്രവർത്തന നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അടിസ്ഥാന സൗകര്യത്തിലും മെഡിക്കൽ വിദ്യാഭ്യാസത്തിലുമടക്കം വലിയ മാറ്റങ്ങളാണ് 4.5 വർഷക്കാലം കൊണ്ടുണ്ടായത്. 2021 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സർക്കാർ മേഖലയിൽ 491 BSc നഴ്സിംഗ് സീറ്റുകൾ ഇപ്പോൾ 1250 15 സർക്കാർ ഇതര നഴ്സിംഗ് കോളേജുകൾ ആരംഭിച്ചു. ഏറ്റവും കൂടുതൽ PG സീറ്റുകൾ അനുവദിച്ച കാലഘട്ടവും ഇതാണ്. കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകൾക്ക് കൂടി അനുമതി ലഭിച്ചാൽ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാകും. എന്നാൽ ആരോഗ്യമേഖലയെ ആക്രമിക്കുന്ന ചില മാധ്യമങ്ങളും തൽപര കക്ഷികളും ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും വീണ ജോർജ് കുറ്റപ്പെടുത്തി. അക്കാഡമിക് ആയിട്ട് ഒട്ടേറെ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി 2 മെഡിക്കൽ കോളേജുകൾക്ക് ഒരേ സമയം ഒരു ഘട്ടത്തിൽ അനുവാദം NMC കിട്ടുന്നത് ഈ കാലഘട്ടത്തിലാണ്. നമുക്ക് മെഡിക്കൽ കോളേജുകളില്ലായിരുന്നു. ഇടുക്കിയിലും പത്തനംതിട്ടയിലും കിട്ടി. ഇപ്പൊ തൊട്ടടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കാസർഗോഡും വയനാടുമാണ്. അതുകൂടി ആവുമ്പോൾ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തു പോയി പഠിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റ് സീറ്റിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ചില മാധ്യമങ്ങളും ചില തൽപര കക്ഷികളും ഈ പ്രവർത്തനങ്ങൾ കാണുന്നില്ല എന്ന് നടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾ എത്താതിരിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ KV വിശ്വനാഥൻ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ N അശോകൻ, അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, സൂപ്രണ്ട് ഇൻചാർജുമാരായ ഡോക്ടർ M രാധിക, ഡോക്ടർ നോനം ചെല്ലപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക്കൽ OP, സബ് സ്റ്റോർ, മാലിന്യ നിർമ്മാർജ്ജന ഏരിയ, ഡേ കെയർ, കീമോതെറാപ്പി സെന്റർ ഉൾപ്പെടെ 1/4 കോടിയോളം രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. TCV തൃശൂർ. ചേർപ്പ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി M സുജിത് കുമാർ, കോൺഗ്രസ് അവിണിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രിയൻ, ചേർപ്പ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ് എന്നിവരെ പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്തുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. ചേർപ്പ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഉദ്ഘാടന ചടങ്ങിനെത്തിയ മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിക്കാൻ നിൽക്കുകയാണെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്
ബാങ്കിൽ റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് നിക്ഷേപകർ ഇന്നും ബാങ്കിലേക്ക് പണം പിൻവലിക്കാനെത്തി. രാവിലെ മുതൽ ബാങ്കിൽ നിക്ഷേപകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് IITU എന്ന ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് കടുത്ത നടപടി സ്വീകരിച്ചത്. ഇതിനെ തുടർന്ന് 6 മാസക്കാലത്തേക്ക് നിക്ഷേപകർക്ക് 10,000 രൂപ മാത്രമാണ് പിൻവലിക്കാൻ കഴിയുക. നിക്ഷേപകരുടെ ആശങ്ക അകറ്റുന്നതിനായി ബാങ്ക് ഇൻഷുറൻസ് ഫോമുകൾ വിതരണം ചെയ്തു തുടങ്ങി. 5 ലക്ഷം രൂപ വരെ നിക്ഷേപകർക്ക് 90 ദിവസ കാലാവധിക്കുള്ളിൽ തിരികെ ലഭിക്കുന്നതിനുള്ള ഇൻഷുറൻസ് ഫോമുകളാണ് നൽകി തുടങ്ങിയത്. ബാങ്കിൽ നിക്ഷേപമുള്ള എല്ലാവർക്കും ഈ ഫോമുകൾ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ പണം നിക്ഷേപിച്ച ആർക്കും പണം നഷ്ടപ്പെടില്ലെന്ന് കോൺഗ്രസ് നേതാവും ബാങ്ക് ചെയർമാനുമായ MP ജാക്സൺ പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്കിൽ പണം നിക്ഷേപം നടത്തിയ നിക്ഷേപകർക്ക് ഇൻഷുറൻസ് തുക ലഭ്യമാക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ചെയർമാൻ പറഞ്ഞു. ബാങ്കിന്റെ പ്രവർത്തനം താൽക്കാലികമായി റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും ലോൺ നൽകിയ പണം തിരിച്ചുപിടിച്ച് ബാങ്ക് പൂർണ്ണമായും തിരിച്ചുവരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഭരണം കൈയാളാമെന്ന CPMന്റെയും BJPയുടെയും മോഹം നടക്കില്ലെന്നും കോൺഗ്രസ് തന്നെ നഗരസഭാ ഭരണത്തിൽ തുടരുമെന്നും MP ജാക്സൺ പറഞ്ഞു. ബാങ്കിലെ ബാധ്യത മറച്ചുവെച്ച് സ്ഥലം വിൽപ്പനയ്ക്ക് കരാർ എഴുതി നൽകിയ 20 ലക്ഷം രൂപ തിരിച്ചു നൽകിയില്ലെന്ന് ആരോപിച്ച് ഡോക്ടർ നൽകിയ പരാതിയിൽ DCC ജനറൽ സെക്രട്ടറിക്കെതിരെ പോലീസ് കേസെടുത്തു. മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ട് ആശാ സേവ്യർ നൽകിയ പരാതിയിലാണ് DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫിനെതിരെ കേസെടുത്തത്. 25 ലക്ഷം രൂപ നൽകി കരാർ എഴുതിയെങ്കിലും 5 ലക്ഷം രൂപ തിരിച്ചു നൽകി. 20 ലക്ഷം രൂപ കൂടി തിരിച്ചു നൽകാമെന്ന ഉറപ്പ് പാലിച്ചില്ലെന്നാണ് പരാതി. അഷ്റഫിന്റെ വലിയ പറമ്പിലെ വീടിനോട് ചേർന്നുള്ള 3 സെന്റ് സ്ഥലവും ഷോപ്പിംഗ് കോംപ്ലക്സും ചേർന്ന് വാങ്ങുന്നതിന് 25 ലക്ഷം രൂപ നൽകി 3 മാസത്തെ കരാറാണ് ഉണ്ടാക്കിയത്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ ജലീൽ എന്ന ഇടനിലക്കാരൻ വഴിയാണ് സ്ഥലം കച്ചവടം നടത്തി കരാർ ഒപ്പിട്ടത്. ഇയാളെയും കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്. എന്നാൽ സ്ഥലത്തിൽ ബാധ്യതയുണ്ടെന്ന കാരണം ചൂണ്ടിക്കാണിച്ച് കരാറിൽ നിന്ന് പിന്മാറിയാണ് 5 ലക്ഷം രൂപ തിരികെ കൈപ്പറ്റിയത്. ശേഷിക്കുന്ന 20 ലക്ഷം രൂപ തിരിച്ചു നൽകാൻ സാവകാശം വേണമെന്നാണ് AA അഷ്റഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കരാർ എഴുതി വാങ്ങിയ സ്ഥലവും കെട്ടിടവും 25 ലക്ഷം രൂപ അധികം നൽകി വിൽക്കാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടപ്പോഴാണ് ഡോക്ടർ കരാറിൽ നിന്ന് പിന്മാറി പണം തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടതെന്നും അതിന് സാവകാശം വേണമെന്നും AA അഷ്റഫ് പറഞ്ഞു. ഞാനും ഡോക്ടർ ആശയും തമ്മിൽ എന്റെ വീടിന്റെ 3 സെന്റ് ഭൂമിയും ഷോപ്പിംഗ് കോംപ്ലക്സും ഒരു വിൽപ്പന കരാറിൽ ഏർപ്പെട്ടിരുന്നു. ആശാ ഡോക്ടർ തന്നെയാണ് എന്റെ അടുത്തേക്ക് ഒരു ബ്രോക്കറെ വിട്ടത്. ഇത് സംബന്ധിച്ച കരാറിന്റെ ധാരണ ഉണ്ടാക്കുന്നത്. 5000 രൂപ എനിക്ക് ടോക്കൺ തരികയും ചെയ്തു. ഈ ഡോക്ടർ ആശ 1,30 ലക്ഷം രൂപയ്ക്ക് ഇതാർക്കോ കൈമാറി മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ധാരണയിലാണ് 1.5 എന്റെ എടുക്കുന്നത്. അത് ഈ ഡോക്ടർ ആശയും ജലീലും തമ്മിലൊരു കോൺട്രാക്റ്റാണ്. 25 ലക്ഷം രൂപ ഒറ്റയടിക്ക് ലാഭം മോഹിച്ചുകൊണ്ടാണ് ഈ ഡോക്ടർ എന്റെ കയ്യിൽ നിന്ന് 1.5 ഇത് എടുക്കുന്നത്. അതിനുശേഷം ജലീൽ മുങ്ങി. ജലീലില്ല. ജലീൽ കൊണ്ടുവന്ന 1,30 ലക്ഷം രൂപയുടെ ആളില്ലാണ്ടായപ്പോ ഡോക്ടർക്ക് അക്കടി മനസ്സിലായി. ഡോക്ടർ എന്നോട് പൈസ തിരിച്ചു ചോദിച്ചു. TCV ന്യൂസ് മാള. മലക്കപ്പാറയിൽ വീരാൻകുടി ആദിവാസി ഉന്നതിയിൽ പുലിയുടെ ആക്രമണത്തിൽ 4 വയസ്സുകാരന് പരിക്കേറ്റു. ബേബിയുടെ മകൻ രാഹുലിനെയാണ് പുലി കടിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ഇവർ താമസിച്ചിരുന്ന ഷെഡിലെത്തിയ പുലി കുട്ടിയെ കടിച്ചു വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ശബ്ദം കേട്ടുണർന്ന പിതാവ് ബേബി ബഹളം വെക്കുകയും വടിയെടുത്ത് പിന്നാലെ എത്തുകയും ചെയ്തു. ഇതിനിടയിൽ പുലി കുട്ടിയെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി. പുലി ഇങ്ങനെ സ്ഥിരം നടക്കണ്ടായിരുന്നു. ഇന്നലെ രാത്രി കയറി വന്നു കഴിഞ്ഞിട്ട് ഇവനെ വന്ന് പിടിക്കലും ഞാൻ എണീക്കലും ഒപ്പമായിരുന്നു. അപ്പോഴത്തേക്കും വന്ന് പിടിച്ച് സാധനം കൊണ്ടുപോയി. പെട്ടെന്ന് ചാടി എണീറ്റ് പുലിയുടെ പുറകെ പോയി. പുറകെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിടിച്ചു കൊണ്ടുവന്നു. അവനെ തോന്നി കുട്ടീനെ നമ്മുടെ തലയ്ക്ക് നല്ല മുറിവുണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിൽ മാന്തിയതായിട്ട് ഒരു മുറിവ്. പിന്നെ ഞങ്ങൾക്ക് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആധാർ കാർഡില്ല, തിരിച്ചറിയൽ കാർഡില്ല, റേഷൻ കാർഡില്ല, ഇതൊക്കെ സ്വന്തമായിട്ട് വീട് പോലില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. രാഹുലിന് കഴുത്തിലാണ് പരിക്ക്. നഖവും പല്ലും കൊണ്ട് കഴുത്തിൽ മുറിവുണ്ട്. വിവരമറിഞ്ഞ ട്രൈബൽ വകുപ്പിന്റെ ആംബുലൻസ് എത്തി കുട്ടിയെ ചികിത്സയ്ക്കായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുട്ടി രക്ഷപ്പെട്ടതെന്ന് ബന്ധു കുമാർ പറഞ്ഞു. പുലി കിടന്നപ്പോൾ രാത്രി വന്നിട്ട് ഇവൻ പുലി വന്നിട്ട് കൊച്ചിനെ കൊണ്ടുപോയി. അന്ന് കാട്ടിനകത്ത് കൊണ്ടുപോയി. കാട്ടിനകത്ത് പോയി വഴി തോന്നും പോയപ്പോൾ എല്ലാവരും പുലി വന്നു ഒച്ചട്ടപ്പം അച്ഛൻ എല്ലാവരും കൂടി അങ്ങനെ എത്തിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ആ വീട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു തകരമോ സീറ്റോ ഒന്നുമില്ല. ഇങ്ങനെ ഒരു വാർക്കിയോ ഒന്നുമില്ല. നമ്മുടെ മെയിനിൽ
പ്ലാസ്റ്റിക് ആണ്. ഇപ്പോൾ വാതിലെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനൊരു വാതിലൊന്നുമില്ല, അത് ഗേറ്റ് കൊണ്ട് ചെറുതായിട്ട് വന്ന് വെച്ചിരിക്കുകയാണ്. അത് എന്ത് വന്നാലും അത് അങ്ങോട്ട് കളയും. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് വീരാൻകുടി ഉന്നതിയിലെ വീട്ടുകാരെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഷെഡുകൾ കെട്ടിയാണ് ഇവർ താമസിക്കുന്നത്. TCV ന്യൂസ്, ചാലക്കുടി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ അടുക്കളയിൽ ഇനി പുതുമയുടെ രുചി. കുട്ടികളിൽ ശരിയായ പോഷകങ്ങളുടെ കുറവുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സർക്കാർ പുതിയ മെനു നടപ്പിലാക്കുന്നത്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പുതിയ മെനു അനുസരിച്ച് ഭക്ഷണം ലഭ്യമാവുക. ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജിറ്റബിൾ ബിരിയാണി, ടൊമാറ്റോ റൈസ്, കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ലഭ്യമാക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. ഇവയോടൊപ്പം കൂട്ടുകറിയോ കുറുമക്കറിയോ നൽകണം. പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തിയും ഇതിലുൾപ്പെടും. ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച് റാഗി ബോൾസ്, ശർക്കരയും തേങ്ങയും ചേർത്ത റാഗി കൊഴുക്കട്ട, ഇലയട, അവിൽ കുതിർത്തത്, ക്യാരറ്റ് പായസം, റാഗിയോ മറ്റ് മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നിവയും മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറിൻ്റെ നിർദ്ദേശാനുസരണം ആരംഭിച്ചിട്ടുള്ള മെനു നമ്മളുടെ സ്കൂളിൽ ഇതിനകം തന്നെ നടപ്പാക്കി കഴിഞ്ഞതാണ്. ചില വിഭവങ്ങൾ നമ്മൾക്ക് മറ്റുള്ളവരുടെ സഹകരണത്തോടു കൂടി ചെയ്തു പോകാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു പരിമിതി അതിനകത്തുണ്ട്. പക്ഷേ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്ന ഒരു കാര്യത്തിൽ നമ്മളോടൊപ്പം നിൽക്കുമെന്നുള്ളത് 100% നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. കുട്ടികൾക്ക് ഒരു രുചി, അവർക്ക് ആ മണവും രുചിയും ചേർന്ന് വരുമ്പോഴാണ് അവർ നന്നായി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം അവരുടെ മുന്നിലേക്ക് കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് തീർച്ചയായും എത്തിക്കാൻ സാധിച്ചാൽ കുഞ്ഞുമക്കൾ എല്ലാവരും, കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്നിരുന്ന് നന്നായി ഭക്ഷണം കഴിക്കും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എന്നാൽ പല വിദ്യാലയങ്ങളിലും നേരത്തെ തന്നെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ വിളമ്പുന്നുണ്ട്. എഗ് ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി തുടങ്ങിയവ ആഴ്ചയിൽ ഒരിക്കൽ നൽകുന്ന വിദ്യാലയങ്ങളുണ്ട്. ചിക്കൻ ബിരിയാണിയും ഇടയ്ക്ക് വിളമ്പും. സർക്കാർ ഫണ്ട് ഉപയോഗിച്ചും പൊതുജന പങ്കാളിത്തത്തോടെയുമാണ് ഇവർ മെനു പരിഷ്കരിച്ചിരുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ശക്തൻ ബസ് സ്റ്റാൻഡിൽ കോർപ്പറേഷൻ അധികൃതർ ഇന്നും സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. വർദ്ധിപ്പിച്ച സ്റ്റാൻഡ് ഫീസ് നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് ബസ്സുകൾ തടഞ്ഞത്. 25 രൂപയായിരുന്ന സ്റ്റാൻഡ് ഫീസ് 40 രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചത്. സംഭവത്തിൽ ബസ് ഉടമകൾ പ്രതിഷേധിച്ചു. പോലീസ് സംരക്ഷണത്തിലാണ് ബസ്സുകൾ തടഞ്ഞത്. ഇതിനെ തുടർന്ന് ഏതാനും ബസ് സർവീസുകൾ തടസ്സപ്പെട്ടു. അതേസമയം നാളെ മുതൽ നടത്താനിരുന്ന ബസ് സമരം മാറ്റിവെച്ചു. സ്വകാര്യ ബസ്സുകളിൽ നിന്നും അധിക തുക ഈടാക്കില്ലെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പിനെ തുടർന്നാണ് സമരം മാറ്റിവെച്ചത്. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ് അഭ്യാസ പ്രകടനം നടത്തിയ സംഭവത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് ബസ് പിടിച്ചെടുത്ത് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് മാപ്രാണം സെന്ററിന് സമീപം മറ്റൊരു ബസ്സിന് കുറുകെ നിർത്തി റൂട്ടിലെ ഗതാഗതം തടസ്സപ്പെടുത്തിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ TCV വാർത്ത പുറത്തുവിട്ടിരുന്നു. സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ശാസ്ത ബസ് ജീവനക്കാർ ഇതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന അൽനാസ് ബസിന്റെ കുറുകെ നിർത്തി അഭ്യാസ പ്രകടനം നടത്തിയത്. റൂറൽ പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പഠനത്തിന് പ്രായം ഒരു തടസ്സമല്ലെന്നാണ് 76 വയസ്സുള്ള CK വിശ്വംഭരന് പറയാനുള്ളത്. പഠനത്തിൽ മടിയുള്ളവരുടെ ശ്രദ്ധയ്ക്ക് പഠിക്കാൻ പ്രായം ഒരു തടസ്സമേയല്ലെന്ന് പറയുകയാണ് അളഗപ്പ നഗർ സ്വദേശി CK വിശ്വംഭരൻ. അദ്ദേഹത്തിൻ്റെ പ്രായം 76 വയസ്സാണ്. KSEBയിൽ നിന്ന് സീനിയർ സൂപ്രണ്ടായി വിരമിച്ച ശേഷമാണ് അദ്ദേഹത്തിന് വക്കീൽ വിഭാഗം പഠിക്കണമെന്ന മോഹമുദിച്ചത്. തുടർന്ന് തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ചു. ഈ അഭിഭാഷകനായുള്ള എൻറോൾ സർട്ടിഫിക്കറ്റ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങുകയും ചെയ്തു. അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയും. പ്രായം കുറിച്ചായെങ്കിലും പഠിക്കാനുള്ള മോഹം അവസാനിച്ചിരുന്നില്ല. അതിനൊരു അവസരം കൈവന്നത് എൻട്രൻസ് എക്സാമിനേഷനിൽ ഒരു റാങ്ക് ലഭിച്ച് തൃശ്ശൂർ ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോഴാണ്. അവിടുത്തെ ഗുരുനാഥന്മാരോടും സ്റ്റാഫിനോടും ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം നേരത്തെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ, അതുപോലെ തന്നെ ജേർണലിസത്തിൽ, സൈക്കോളജിയിലെല്ലാം ബിരുദാനന്തര ബിരുദമുണ്ട്, ശരിയല്ലേ? ഒപ്പം തന്നെ MBAയും ഉണ്ട്. ഇനി ഈ പഠിക്കാനുള്ള ആഗ്രഹം, കൂടുതൽ പഠിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഇനി ഈശ്വരഹിതം പോലെ ഇതൊക്കെ ഗുരുനാഥന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഈശ്വരൻ്റെയും ഒരു അനുഗ്രഹം കൊണ്ട് സാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എത്ര ആയുസ്സുണ്ട്, ആരോഗ്യം ഉണ്ടാവുമോ എന്ന് അറിഞ്ഞുകൂടാ.
അതിന് സാധിക്കുമെങ്കിൽ ഇനിയും പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. തൃശ്ശൂരിലെ കോടതിയിൽ അഡ്വക്കേറ്റ് ജോസ് മേച്ചേരിയുടെ കീഴിലാണ് ഇപ്പോൾ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ഇനിയുള്ള ആഗ്രഹം. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ. വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചു. 19 കിലോ പാചകവാതക സിലിണ്ടറിന് 33 രൂപ 50 പൈസയാണ് കുറച്ചത്. ഇതോടെ പുതിയ വില 1638 രൂപ 50 പൈസയായി. ഇത് ഇന്ന് മുതൽ നിലവിൽ വരും. 5 മാസത്തിനിടെ 177 രൂപ 50 പൈസയാണ് കുറച്ചത്. അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടർ വിലയിൽ ഇത്തവണയും മാറ്റമില്ല. 52 ദിവസം നീണ്ടുനിന്ന മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം അവസാനിച്ചു. മത്സ്യബന്ധന യാനകൾ കടലിലിറങ്ങി കഴിഞ്ഞ ജൂൺ 9-നാണ് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചത്. നീണ്ട നാളുകളിലെ വറുതിക്ക് ശേഷമാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷയോടെ കടലിലേക്ക് ഇറങ്ങിയത്. തുടർച്ചയായ മഴയിൽ കടൽ തണുത്ത അവസ്ഥയിൽ വലിയ കോള് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഡ്രൈ ഡേയിൽ മദ്യവിൽപ്പന നടത്തിയ നെല്ലുവായ് സ്വദേശിയെ 12 ലിറ്റർ മദ്യവുമായി എക്സൈസ് സംഘം പിടികൂടി. നെല്ലുവായ് മുണ്ടൻകോട് നഗർ തെയ്യത്താമ്പറമ്പിൽ ഹരിദാസിനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ KV ഗിരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ MK ബിനു, PP കൃഷ്ണകുമാർ, KV ഷാജി തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പുത്തൻപീടികയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പുത്തൻപീടിക അഗായ് റോഡിൽ താമസിക്കുന്ന 73 വയസ്സുള്ള വള്ളോപ്പുള്ളി ശിവരാമനാണ് മരിച്ചത്. പുത്തൻപീടിക സെന്റ് ജോസഫ് പന്തൽ വർക്സിലെ ജീവനക്കാരനായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം. കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വള്ളത്തുപടി 65 വയസ്സുള്ള ഹമീദാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ വന്ന് നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിൽ മൃതദേഹം കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. തിരുവിലാമല പമ്പ് ഹൌസിന് മുന്നിലുള്ള റോഡിൽ രൂപം കൊണ്ട ഗർത്തം വാഹനയാത്രക്കാർക്ക് ജീവന് ഭീഷണിയാവുന്നു. റോഡിലെ കുഴിയുള്ള ഭാഗത്ത് റോഡ് പണി നടക്കുന്നതിനാൽ ശ്രദ്ധിച്ചു പോകൂ എന്ന അറിയിപ്പോടുകൂടെ 2 വീപ്പകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും റോഡ് പണി മാത്രം നടക്കുന്നില്ല. കനത്ത മഴ വന്നാൽ റോഡിലേക്ക് വെള്ളം കയറി ഗതാഗത തടസ്സമുണ്ടാകുന്ന പ്രദേശം കൂടിയാണിത്. കൂട്ടുപാതയിൽ നിന്നും ഇറക്കമുള്ള റോഡായതിനാൽ ബൈക്ക് യാത്രികർ ഉൾപ്പെടെ അതിവേഗത്തിലാണ് റോഡ് ഇടിഞ്ഞ ഭാഗത്തിലൂടെ കടന്നു പോകുന്നത്. റോഡിൽ നിന്നും വാഹനങ്ങൾ താഴേക്ക് പതിക്കാതിരിക്കുന്നതിനായി നിർമ്മിച്ച മറുവശത്ത് കൈവരികളും സുരക്ഷിതമല്ല. അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അപകടം വിദൂരമല്ലെന്ന് പ്രദേശവാസിയായ മോഹനൻ പറയുന്നു. ഇവിടെ റോഡുകൾ മുഴുവൻ കുണ്ടും കുഴിയാണ്. ഈ റോഡ് ഇവിടെ പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഭയങ്കര കുണ്ടും കുഴിയും. 2 വീക്ക് വെച്ചിട്ട് 6 മാസമായി. ഈ സ്കൂൾ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ പറ്റണില്ല. റോഡിൻ്റെ 2 ഭാഗം കാട് പിടിച്ച് പിന്നെ അതിൽ മറന്നാൽ അവർക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റില്ല. ചിയാരം തിരത്തൂർ ടെമ്പിൾ റോഡിൽ വാടക വീട്ടിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചിയാരം സ്വദേശി കുരുതുകുളങ്ങര വീട്ടിൽ 60 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. വീടിനകത്ത് രക്തം തളം കെട്ടിക്കിടക്കുന്നുണ്ട്. കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വാതിൽ അടച്ചിട്ടില്ല. കഴിഞ്ഞ 3 വർഷമായി ഇയാൾ ഒറ്റയ്ക്കാണ് താമസം. ഒല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കഞ്ചാവ് വലിക്കുന്നത് ചോദ്യം ചെയ്തതിന് വീട്ടിൽ കയറി യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഒരുമനയൂരിൽ തെക്കുംതല വീട്ടിൽ സുമേഷിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് 2ാം പ്രതി തെക്കഞ്ചേരി പെരിങ്ങാടൻ വീട്ടിൽ അജിത്തിനെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻ കോടതി ശിക്ഷിച്ചത്. കേസിലെ മറ്റു 2 പ്രതികളായ തെക്കഞ്ചേരി വലിയകത്ത് വീട്ടിൽ ജബ്ബാർ, ഒരുമനയൂർ ഒറ്റത്തെങ്ങ് രായം വീട്ടിൽ ഷനു,
എന്നിവരെ 5 വർഷം കഠിന തടവ് നേരത്തെ ശിക്ഷിച്ചിരുന്നു. രണ്ടാം പ്രതി അജിത് വിചാരണയ്ക്കിടയിൽ ഒളിവിൽ പോവുകയുണ്ടായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KR രജിത് കുമാർ ഹാജരായി. ജയിലിൽ അടച്ച കന്യാസ്ത്രീകളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പുല്ലൂർ സെന്റ് സേവിയേഴ്സ് ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വികാരി ഫാദർ ഡോക്ടർ ജോയ് വട്ടോലി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ആൽവിൻ അറക്കൽ, ജോൺസൺ ചെതലൻ, ജോ സെബാസ്റ്റ്യൻ, ഡേവിഡ് ചിറമൽ എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി ജയിലിലടച്ചതിനെതിരെ കാര ഇടവക പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോഷി കല്ലറക്കൽ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ വിനു പീറ്റർ, സിസ്റ്റർ ജിജി സാജു, ജോണി ആശാരിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജയിലിൽ അടച്ച കന്യാസ്ത്രീകളെ അടിയന്തരമായി മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനതാദൾ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. ജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോൺ വാഴപ്പിള്ളി രാഘവൻ, പ്രീജു ആന്റണി, റഹീം പള്ളത്ത്, K രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക സമൂഹം മെഴുകുതിരികൾ തെളിയിച്ച് പ്രതിഷേധ റാലി നടത്തി. വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, ജോമോൻ കുന്നിൽ, കൈക്കാരന്മാരായ ഷാജൻ കുറിയേടത്ത്, രാജേഷ് ചേലപ്പുറത്ത്, ജോഷി കണ്ണത്താൻ എന്നിവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കലിൽ വെച്ചതിൽ പ്രതിഷേധിച്ച് കൊടകര സെന്റ് ജോസഫ് ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പ്രതിഷേധ സദസ്സും സംഘടിപ്പിച്ചു. പ്രതിഷേധ സദസ്സ് ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിനോർ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കാരേക്കാടൻ, സിസ്റ്റർ ജ്യോതിസ് കൈക്കാരൻ ജെയിംസ് കുറ്റിക്കാടൻ, പ്രതിനിധി യോഗ സെക്രട്ടറി തോമസ് ചിരണക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ചും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി PM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം, കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, നെയ്ജോ ആൻഡോ, CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ നാളെ മതേതര ഇന്ത്യ സാഹോദര്യ സംഗമം സംഘടിപ്പിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ കോർപ്പറേഷൻ പരിസരത്ത് നടക്കുന്ന ഏകദിന ഉപവാസ സാഹോദര്യ സംഗമം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. K രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായിരിക്കും. നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ AP അബ്ദുൾ വാഹബ് മുഖ്യപ്രഭാഷണം നടത്തും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ നടക്കുന്ന ഉപവാസ സമരത്തിൽ വിവിധ സഭാ പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ നാഷണൽ ലീഗ് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഷബീൽ ഐദ്രൂസി തങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജെയിംസ് കാഞ്ഞിരത്തിങ്കൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി പള്ളം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ നസ്രുദ്ദീൻ, സുനിൽ ചിറ്റയൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് തുടർച്ചയായ 2ാം ദിവസവും സ്വർണത്തിന് വില കുറഞ്ഞു. ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ ഗ്രാമിന് 9,150 രൂപയും പവന് 73,200 രൂപയുമായി. ഇന്നലെ ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയും കുറഞ്ഞത്. യഥാക്രമം 9,170 രൂപയും 73,360 രൂപയുമായിരുന്നു. ബുധനാഴ്ച പവന് 480 രൂപയും ഗ്രാമിന് 60 രൂപയും വർദ്ധിച്ചിരുന്നു. കയ്പമംഗലത്ത് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ. റോഡിൽ വെള്ളക്കെട്ടും അപകടക്കെണിയും മൂലം ദുരിതത്തിലായി വാഹനയാത്രികർ. ചെന്ത്രാപ്പിന്നി CV സെന്റർ മുതൽ കാക്കത്തിരുത്തി വരെ 10 പൈപ്പ് പൊട്ടി കുടിവെള്ളം ഒഴുകുന്നത്. ചെന്ത്രാപ്പിന്നി ഹൈസ്കൂളിന് വടക്ക് ഭാഗത്ത് 1 മാസത്തിലേറെയായി പൈപ്പ് പൊട്ടിയിട്ട്. നിരവധി സ്കൂൾ വാഹനങ്ങളും കുട്ടികളും കടന്നുപോകുന്ന വഴിയിൽ പൈപ്പ് പൊട്ടി അപകടക്കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രക്കാർ കുഴിയിൽ വീണ് അപകടം പറ്റിയിരുന്നു. ചളിങ്ങാട് മേഖലയിലും നിരവധിയിടത്ത് പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അമ്പലനട ഭാഗത്ത് റോഡിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കുഴി കാണാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി മതിലകം ഡിവിഷനാണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. പൈപ്പ് നന്നാക്കാൻ കുഴിയെടുക്കുമ്പോൾ ഉറവ വെള്ളം വന്ന് തിണ്ടിടിയുന്നത് കാരണമാണ് സാധിക്കാത്തതെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നു.
മഴ മാറിയാൽ ഉടൻ പണി ആരംഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു. TCV ന്യൂസ്, കയ്പമംഗലം. KSFE സ്റ്റാഫ് അസോസിയേഷൻ CITUവിന്റെ 31ാമത് സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. KSFE ഉയർത്തുന്ന സാമ്പത്തിക ബദൽ രാജ്യത്തിന് മാതൃകയാണെന്ന് CITU ദേശീയ ജനറൽ സെക്രട്ടറി തബ്സൻ പറഞ്ഞു. റീജിയണൽ തിയേറ്ററിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണൽ കോർപ്പറേറ്റ് ഭരണമാണ് രാജ്യത്ത് നടക്കുന്നത്. ക്രിമിനലുകൾ സംരക്ഷിക്കപ്പെടുമ്പോൾ തൊഴിലാളി പോരാട്ടങ്ങൾ നടത്തുന്നവരെ ക്രിമിനലുകളെന്ന് മുദ്രകുത്തി ജയിലിൽ അടയ്ക്കുകയാണ്. ഇതിന് സമാനമായ സംഭവമാണ് ഛത്തീസ്ഗഡിലും ഉണ്ടായത്. ഇതിനെല്ലാമെതിരെ ശക്തമായ ബദൽ രാജ്യത്ത് രൂപപ്പെടേണ്ടതുണ്ട്. ഇതിനും മാതൃകയാണ് കേരളമെന്നും തബൻസൻ പറഞ്ഞു. If this is to be protected, this is to be defended, it is important that this alternative path of its governance, the source of that also must be defended strongly, so that that alternative path of financial governance can have a continuity in the days to come. And with that, the existence and advancement of this premier institution is closely linked with it, cannot be separated. അസോസിയേഷൻ പ്രസിഡന്റും CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എളമരം കരീം അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ, നേതാക്കളായ ദീപ K രാജൻ, KN ഗോപിനാഥ്, KSFE ഓഫീസേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി അരുൺ ബോസ്, KSFE റിട്ടയേർഡ് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി AN സോമനാഥൻ, KSFE ഏജന്റ്സ് അസോസിയേഷൻ CITU ജനറൽ സെക്രട്ടറി EK സുനിൽ, KSFE ഗോൾഡ് അപ്രൈസേഴ്സ് അസോസിയേഷൻ CITU ജനറൽ സെക്രട്ടറി R ആനന്ദസ്വാമി, സ്വാഗത സംഘം ചെയർമാൻ UP ജോസഫ്, ജനറൽ കൺവീനർ ബൈജു ആന്റണി എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബാറ്റിൽ ടു ബാറ്റിൽ എന്ന ചരിത്ര പ്രദർശനം AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി സംഘടനയുടെ നവീകരിച്ച തൃശൂരിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു. 2 ദിവസങ്ങളിലായി പ്രതിനിധി സമ്മേളനം, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും നടക്കും. പൊതുചർച്ചയ്ക്കും തെരഞ്ഞെടുപ്പിനും ശേഷം ശനിയാഴ്ച സമ്മേളനം സമാപിക്കും. രാജ്യത്തിന്റെ ഭരണഘടന തകർക്കുന്നതിന് ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഭരണഘടനാ സംരക്ഷണത്തിനായി ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഒന്നിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി. ബാബറി മസ്ജിദിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിമുകൾക്കിടയിൽ തീവ്രവാദം വളർത്തുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിച്ചത് ശിഹാബ് തങ്ങളാണെന്ന് സാദിഖ് അലി അനുസ്മരിച്ചു. മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സാദിഖ് അലി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. PM അബ്ദുൾ ജബ്ബാർ, റഹ്മത്തുള്ള, VC അബ്ദുൾ ഗഫൂർ, VK നാസർ തുടങ്ങിയവർ സംസാരിച്ചു. കർക്കിടക മാസത്തിലെ ജ്യോതി ആഘോഷത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തിലും തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലും തമിഴ് ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു. ചേരമാൻ പെരുമാളം സുഹൃത്ത് സുന്ദരമൂർത്തി നയനാരും ഉടലോടെ സ്വർഗം പുകയില്ലെന്ന വിശ്വാസത്തിന്റെ തുടർച്ചയായാണ് ഈ ചടങ്ങുകൾ. പെരുമാളിനെയും സുന്ദരമൂർത്തി നായനായരെയും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് മരം കൊണ്ട് തീർത്ത വെള്ളക്കുതിരപ്പുറത്തും വെള്ളാനപ്പുറത്തുമായി എഴുന്നള്ളിപ്പിച്ച് തിരുവഞ്ചിക്കുളത്ത് എത്തിക്കുന്ന ചടങ്ങാണ് നടന്നത്. 90-ലധികം വർഷമായി സുന്ദരൻ ചേരമാൻ ഗുരുപൂജ ഉത്സവം എന്ന പേരിൽ കർമ്മങ്ങൾ നടത്തിവരുന്നുണ്ട്. വെള്ളിക്കുളങ്ങര കാരിക്കടവ് ആദിവാസി ഉന്നതിയിൽ സ്ഥാപിച്ചിരുന്ന മിനി ഹൈമാസ്റ്റ് ലൈറ്റ് കാറ്റിൽ നിലം പതിച്ച് മാസങ്ങളായിട്ടും പുനഃസ്ഥാപിക്കാൻ നടപടിയായില്ലെന്ന് പരാതി. 4 മാസം മുൻപ് ഉണ്ടായ ശക്തമായ കാറ്റിൽ വലിയ മരം കടപുഴകി വീണതിനെ തുടർന്നാണ് മരത്തിന് സമീപമുണ്ടായിരുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് നിലം പതിച്ചത്. ഏതാനും വർഷം മുമ്പ് മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് മുൻകൈയെടുത്താണ് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തുക ചെലവഴിച്ച് കാരിക്കടവ് ഉന്നതിയിലെ വനവിഭവ സംഭരണ കേന്ദ്രത്തിന് സമീപം ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത്. ഛത്തീസ്ഗഡിൽ കള്ളക്കേസ് ചുമത്തി ജയിലിൽ അടച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോട്ടപ്പുറം രൂപത കേരള ലാറ്റിൻ കാത്തലിക് വിമൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും നടത്തി. കൊടുങ്ങല്ലൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ കോട്ടപ്പുറം രൂപതാവികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. KRA CBC വിമൻ കമ്മീഷൻ സെക്രട്ടറി സിസ്റ്റർ നിരഞ്ജന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. KLCW
എ രൂപത പ്രസിഡന്റ് റാണി പ്രദീപ്, സെക്രട്ടറി ഷൈബി ജോസഫ്, ഇടവക പ്രതിനിധികളായ ഷൈനി തോമസ്, ബിനു ബിബിൻ, മേരി ജാൻസി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ഇടവകകളിൽ നിന്ന് ആയിരങ്ങൾ ഒപ്പിട്ട കത്ത് രാഷ്ട്രപതിക്ക് അയച്ചു. CBSE സ്കൂളുകളുടെ സംസ്ഥാന കബഡി ടൂർണമെന്റിന്റെ ഭാഗമായുള്ള CBSE കസ്റ്റർ കബഡി ടൂർണമെന്റ് പാടുകാട് കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 6-7 തീയതികളിൽ തൃശൂരിൽ നടക്കും. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിന്റെ ഉദ്ഘാടനം 6-ന് 10-ന് മേയർ MK വർഗീസ് നിർവഹിക്കും. വിവിധ ജില്ലകളിലെ 25-അധികം CBSE സ്കൂളുകളിൽ നിന്നുള്ള 500-ലധികം ആൺകുട്ടികളും പെൺകുട്ടികളും ടൂർണമെന്റിൽ പങ്കെടുക്കും. അണ്ടർ 14, അണ്ടർ 17, അണ്ടർ 19 എന്നീ 3 വിഭാഗങ്ങളിലായാണ് മത്സരം. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രസിഡന്റ് TS സജീവൻ, വൈസ് പ്രസിഡന്റ് AG നാരായണൻ, സെക്രട്ടറി AN ഭാസ്കരൻ, സ്കൂൾ പ്രിൻസിപ്പൽ ശ്രുതി ബാലകൃഷ്ണൻ, അധ്യാപകൻ CK മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. കേരള പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ ഭൂമിക്ക് ഒരു തൈ എന്ന പരിപാടിയുടെ ഹയർ സെക്കൻഡറി വിഭാഗം ജില്ലാതല ഉദ്ഘാടനം മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ കലാ സംവിധായകൻ ഷബീർ അലി മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പാൾ വി സ്മിത അധ്യക്ഷയായി. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ ഷാജി N തോമസ് ഫലവൃക്ഷ തൈകൾ സ്കൂളിന് കൈമാറി. ഭൂമിക്കൊരു തൈ പദ്ധതിയുടെ ഭാഗമായുള്ള ബ്രോഷർ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സജി മാത്യു, ശങ്കരനാരായണൻ, അധ്യാപകരായ KS രതീഷ്, TT അജിത് തുടങ്ങിയവർ സംസാരിച്ചു. രാജകന്യക എന്ന ചിത്രം ആഗസ്റ്റ് 1 മുതൽ റിലീസിനെത്തുന്നു. ആദ്യം കേരളത്തിലും തുടർന്ന് മറ്റു ഭാഷകളിലും ലോകമെമ്പാടും ചിത്രം റിലീസ് ചെയ്യും. മാതാവിന്റെ സംരക്ഷണത്തെ ആസ്പദമാക്കി കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഒരു ഫാന്റസി ത്രില്ലർ ചിത്രമാണ് രാജകന്യക. വൈസ് കിങ് മൂവീസിന്റെ ബാനറിൽ വിക്ടർ ആദമാണ് ഈ ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ, ആത്മീയ രാജൻ, രമേശ് കോട്ടയം, ഭഗത് മാനുവൽ, ഷിബു തിലകൻ, രഞ്ജിത്ത് കലാഭവൻ തുടങ്ങി നിരവധി കലാകാരന്മാർ പ്രമുഖ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ, ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് പ്രദീപ് മേനോൻ, PRO AS ദിനേശ് എന്നിവർ പങ്കെടുത്തു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ഔഷധ സേവയും ആനയൂട്ടും നടന്നു. ആയുർവേദ ആചാര്യനായ കുട്ടഞ്ചേരി മൂസിന്റെ ഇല്ലത്തുനിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന ഔഷധം പന്തീരടി പൂജയ്ക്ക് ശേഷം മുക്കിടിയായി നിവേദിച്ച് ഭക്തർക്ക് വിതരണം ചെയ്തു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഡോക്ടർ മുരളീധരന് ഔഷധം നൽകി ഉദ്ഘാടനം ചെയ്തു. ഗജവീരൻ ഊക്കൻസ് കുഞ്ചുവിന് ആദ്യ ഉരുള നൽകി കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P ബിന്ദു ആനയൂട്ടിന് തുടക്കം കുറിച്ചു. 16 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. ദേവസ്വം കമ്മീഷണർ ഉദയകുമാർ, തിരുവില്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ K കല, ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ കൈമൾ, ക്ഷേത്രം മേൽശാന്തി മേക്കാട്ട് നാരായണ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ആയിരുന്ന പുന്ന നൌഷാദ് രക്തസാക്ഷിത്വ ദിനം ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പൊതുസമ്മേളനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത. രാമഭക്ത സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. തൃപ്രയാർ ദേവസ്വം മാനേജർ മനോജ് K നായർ ഉദ്ഘാടനം ചെയ്തു. ശ്രീരാമഭക്ത സേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലക്കൽ, രക്ഷാധികാരി വിജയകുമാർ മേനോൻ, സെക്രട്ടറി ലക്ഷ്മി സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി സുധീർ ആലക്കൽ, PK വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് NSS വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രേംചന്ദ് ജയന്തിയോടനുബന്ധിച്ച് ഹിന്ദി അസംബ്ലി നടത്തി. ഹെഡ് മിസ്ട്രസ് വീണ വേണുഗോപാൽ, അധ്യാപകരായ രേഖ, E വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവതി സേവയും ക്ഷേത്രശുദ്ധിയും നടന്നു. ചടങ്ങുകൾക്ക് ആവണപ്പറമ്പ് നിതിൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി ദുർഗാദാസ് പുളിയത്ത്, ഓലാട് നന്ദൻ എന്നിവർ സഹകാർമ്മികരായി. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് C വിദ്യാസാഗർ, മാതൃസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൗമ്യ മായാദാസ്, കമ്മിറ്റി അംഗങ്ങളായ VR ശ്രീകാന്ത്, കവിത ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോലഴി പഞ്ചായത്തിന്റെയും IRTC ഹരിത
സഹായ സ്ഥാപനത്തിന്റെയും നേതൃത്വത്തിൽ സെന്റ് മേരീസ് CBPS കൊട്ടേക്കാട് സ്കൂളിൽ പാഴ്പതുക്ക ഉത്സവം സംഘടിപ്പിച്ചു. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്സസ് സിസ്റ്റർ റീജ തെരേസ് അധ്യക്ഷത വഹിച്ചു. ഷിബി മോൾ, വാർഡ് മെമ്പർ ലോനപ്പൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉഷ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വിവിധ കെട്ടിടങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. ലബോറട്ടറി, OP കാത്തിരിപ്പ് കേന്ദ്രം, ബ്ലോക്ക് പൊതുജനാരോഗ്യ യൂണിറ്റ്, കോൺഫറൻസ് ഹാൾ എന്നിവയുടെ സമർപ്പണമാണ് നടന്നത്. MLA UR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. K രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായിരുന്നു. നിരവധി സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ആരോഗ്യവകുപ്പ് മേധാവികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചൊവ്വന്നൂർ KR നാരായണൻ കമ്മ്യൂണിറ്റി ഹാളിന്റെ പ്രധാന ഹാൾ തുറന്നു നൽകി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി വിശിഷ്ടാതിഥിയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റത്തൂർ സെന്റ് ജോസഫ് UP സ്കൂളിൽ മെറിറ്റ് ഡേയും PTA പൊതുയോഗവും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് വിളക്കേനാടൻ ഉദ്ഘാടനം ചെയ്തു. റിൻസി ജോബ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക TC പഞ്ചായത്ത് അംഗം MS സുമേഷ്, ബെന്നി തൊണ്ടുങ്ങൽ, ജസ്റ്റിൻ മങ്കുഴി, തോമസ് വെളിയാം തടത്തിൽ, ഫാദർ ജേക്കബ് ചൊവ്വലൂർ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങാവ് ധനന്തുരി ക്ഷേത്രത്തിൽ ഔഷധ സേവ നടത്തി. ക്ഷേത്രം മേൽശാന്തി മുരളി കൃഷ്ണൻ നമ്പൂതിരി, മേളകലാകാരൻ കിഴക്കൂട്ട് അനിയന്മാരാർക്ക് ഔഷധം നൽകി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് കൃഷ്ണൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് മനോജ് കുമാർ, ട്രഷറർ വേണുഗോപാൽ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. കോടാലി കൊരയിച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാതപാർവതി ക്ഷേത്രത്തിൽ കലവറ നിറയ്ക്കൽ നടന്നു. ഞായറാഴ്ച നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ആനയൊട്ട്, അന്നദാനം എന്നിവയുടെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്ഷേത്രം മേൽശാന്തി ചെങ്ങഴശ്ശേരി പുരുഷോത്തമൻ നമ്പൂതിരി ആദ്യ നാളികേരം സമർപ്പിച്ചു. മായന്നൂർ VLP സ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു. PTA വൈസ് പ്രസിഡന്റ് PR ഷൺമുഖൻ പച്ചക്കറി തൈനട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപകൻ ദീപു, MPTA പ്രസിഡന്റ് വിജി ഗിരീഷ്, സ്റ്റാഫ് സെക്രട്ടറി എന്നിവർ സംസാരിച്ചു. പറപ്പൂരിൽ AC സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്കേറ്റു. സിലിണ്ടറുമായി സ്കൂട്ടറിൽ പോകുന്നതിനിടെ എലവത്തൂർ സമീപത്ത് വെച്ചായിരുന്നു സംഭവം. ഓട്ടുപാറ സ്വദേശി മുരിങ്ങാത്തേരി വീട്ടിൽ ജിനു, പെരിന്തൽമണ്ണ സ്വദേശി പാങ്ങിൽ വീട്ടിൽ അജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. ഗുരുവായൂർ തിരുവെങ്കിടം സ്വദേശി മാളിയങ്കൽ വീട്ടിൽ സോണിയയ്ക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ സോണിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അനുനയ നീക്കവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായ സംഭവം. ഡോക്ടർ ഹാരിസിനെതിരെ വകുപ്പ് തല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. ആരോഗ്യ മേഖലയിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചുവെന്നും മന്ത്രി. ആശങ്കയറിയിച്ച് ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപക തുക ആവശ്യപ്പെട്ട് ബാങ്കിന് മുന്നിൽ കൂട്ടത്തോടെ നിക്ഷേപകരെത്തി. നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടില്ലെന്ന് ബാങ്ക് ചെയർമാൻ MP ജാക്സൺ. മലക്കപ്പാറ വീരാൻകുടി ആദിവാസി ഉന്നതിയിൽ പുലിയുടെ ആക്രമണത്തിൽ 4 വയസ്സുകാരന് പരിക്ക്. പരിക്കേറ്റ കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം കൊണ്ട്. സംസ്ഥാനത്തെ സ്കൂളുകളിലെ അടുക്കളയിൽ ഇനി പുതുമയുടെ രുചി. പുതിയ ഭക്ഷണ മെനു പ്രാബല്യത്തിൽ. വർദ്ധിപ്പിച്ച ഫീസ് ആവശ്യപ്പെട്ട് ശക്തൻ ബസ് സ്റ്റാൻഡിൽ കോർപ്പറേഷൻ അധികൃതർ ഇന്നും സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ നടത്താനിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.